സംസ്ഥാനത്ത് ഒരു നിപ മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച മസ്തിഷ്കാഘാതം കാരണം മരിച്ച മങ്കട സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കെ ടി സ്വാലിഹ മലപ്പുറത്ത് ചേരുന്നുണ്ട്. സ്വാലിഹ, എന്താണ് വിശദാംശങ്ങൾ? നിഷ, 1-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവതി മരിച്ചത്. 18 വയസ്സായ യുവതിയാണ് മരിച്ചത്. ഇവർക്ക് നിപ്പ സംശയമുണ്ടായിരുന്നു. 28-ാം തീയതി കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയിരുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. 1-ാം തീയതി മരണപ്പെടുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെല്ലാം തന്നെ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരാണ്. ഏതാണ്ട് 90ഓളം പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. മക്കരപ്പറമ്പ് 1 മുതൽ 13 വരെ വാർഡുകൾ, അതോടൊപ്പം തന്നെ കൂട്ടിലങ്ങാടി 11, 15 വാർഡുകൾ, മങ്കടയിലെ 14-ാം വാർഡ്, കുറുവ പഞ്ചായത്തിലെ 2, 3, 4, 5, 6 വാർഡുകൾ നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ നിയന്ത്രണം ഈ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കൂട്ടം കൂടിയുള്ള പരിപാടികളും മറ്റുമൊക്കെ നടത്തുന്നതിന് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാസ്ക് ധരിക്കണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഈ മരണം നടന്നപ്പോൾ തന്നെ പ്രാഥമികമായ പരിശോധനയിൽ നിപ്പ സംശയിച്ചിരുന്നു. അന്നു മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ, ഇത് തടയുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഔദ്യോഗികമായി സ്ഥിരീകരണം പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ക്രമീകരണങ്ങൾ, ഇത് തടയുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വിനിഷ, സ്വാലിഹ, സാധാരണ ഒരു പനി എന്ന നിലയ്ക്കായിരിക്കുമല്ലോ ചികിത്സ തേടിയിട്ടുണ്ടാകുക. അപ്പോഴാണല്ലോ രോഗലക്ഷണങ്ങൾ അത് നിപ്പയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവം അയക്കുന്നതും ഇപ്പോൾ പരിശോധനാ ഫലം പോസിറ്റീവായതും. അപ്പോൾ ആ സമയത്ത് മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നോ? ഇവർ പൊതുഗതാഗതവും ഉപയോഗിച്ചിരുന്നോ? റൂട്ട് മാപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, കാരണം സമ്പർക്ക പട്ടിക വലുതാവാനുള്ളൊരു സാഹചര്യമുണ്ടല്ലോ നിലവിൽ. അത്തരം കാര്യങ്ങളിലേക്ക്, റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ കടക്കുന്നതേയുള്ളൂ. നിലവിൽ ചികിത്സിച്ച ഡോക്ടർമാർ അടുത്തിടപഴകിയ ആളുകളോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനിയും അതോടൊപ്പം തന്നെ ഈ ഫിക്സിന്റെ ലക്ഷണങ്ങൾ, മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടാണ് കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയമുണ്ടായിരുന്നു. വലിയ മുൻകരുതലുകൾ ഈ ആശുപത്രി അധികൃതർ അപ്പോൾ തന്നെ സ്വീകരിച്ചിരുന്നു. പിന്നീടാണ് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഇത് കണ്ടപ്പോൾ തന്നെ നിപ്പയാണോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ നിപ്പ പോസിറ്റീവ് ആവുകയും ചെയ്തു. തുടർന്ന് അവിടെയുള്ള ഡോക്ടർമാർ മുൻകരുതൽ എടുത്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ രോഗി മരണപ്പെടുകയും നിപ്പ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് ഖബറടക്കമൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം, പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ ആരോഗ്യ വകുപ്പ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. നിമിഷ. ശരി, കെ ടി സ്വാലിഹാണ് മലപ്പുറത്തുനിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സംസ്ഥാനത്ത് ഒരു നിപ മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പയാണ് എന്ന സ്ഥിരീകരണം പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തു വന്നു. നിപ്പയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. നിപ്പ കാരണമാണ് മരിച്ചത് എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരികയാണ്.